ഗൾഫ് റീജിയനിൽ ഈയിടെയായി നമ്മൾ കുറേ പുതിയ കാർ ബ്രാൻഡുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മെയിൻലി ഫ്രം ചൈന ആണെങ്കിൽ ഇന്ന് ഞാൻ ഡിഫറൻസിന് വിയറ്റ്നാം എന്നുള്ളൊരു ബ്രാൻഡാണ് കൊണ്ടുവരുന്നത്, വിൻഫാസ്റ്റ്. ഞാൻ റീസെൻ്റ്ലി അവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്തിരുന്നു. വിൻ ഗ്രൂപ്പ് എന്താണെന്നുള്ളതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ആയിരുന്നു. നമുക്ക് അതുകൊണ്ട് തന്നെ VF8 ഇമ്പ്രസീവ് ആണോ നോക്കാം. ഇതാണ് ഇപ്പോൾ ആകെ ഒരു മോഡൽ ഇപ്പോൾ നമ്മുടെ UAE സെയിലുള്ള. ഇന്ത്യയിലാണ് നമുക്കറിയാം VF6ഉം VF7ഉം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ നിൽക്കുന്ന VF8 എങ്ങനെയുണ്ട് നോക്കാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. നമ്മുടെ നാട്ടിൽ റിലയൻസും ടാറ്റയും കൂടി ചേർന്ന പോലെയാണ് വിൻ എന്ന ഗ്രൂപ്പ് വിയറ്റ്നാമിൽ. അവിടുത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പാണ്. അവർക്കാണെങ്കിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഉണ്ടെന്ന് പറഞ്ഞവർ എല്ലാ സെഗ്മെൻറ്റിലും വിൻഫാസ്റ്റ് ഉണ്ട്. ഹോട്ടലാണെങ്കിലും എഡ്യൂക്കേഷൻ സ്ഥാപനമാണെങ്കിലും എന്തിനേറെ ചെറിയൊരു സിറ്റി പാർക്കും ലേക്ക് വരെ ഉണ്ടാക്കി വെച്ചു. അതിൽ അവരുടെ ഓട്ടോമോട്ടീവ് ഡിവിഷനാണ് വിൻഫാസ്റ്റ്. വിൻഫാസ്റ്റിനെ കുറിച്ച് പറയുമ്പം സ്കൂട്ടർ മുതൽ ബസ് വരെ ഉണ്ട്. അതിൽ കാറാണ് ഇപ്പം ഈ മാർക്കറ്റിലും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും വന്നിട്ടുള്ളത്. 2 വീലർ സെഗ്മെൻറ്റ് ഇന്ത്യയിൽ വരാൻ പോകുന്നുണ്ട്, പക്ഷേ ഇവിടെ വരും തോന്നില്ല. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ളി ഇലക്ട്രിക് മോട്ടോഴ്സ് മാത്രമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് വിൻഫാസ്റ്റ് കാണാം. ഞാൻ ഈയിടെ മലേഷ്യയിൽ പോയപ്പോഴും ഇന്തോനേഷ്യ പോയപ്പോഴും വിൻഫാസ്റ്റ് കണ്ടിട്ടുണ്ട്. ആ റീജിയനിലെല്ലാം തന്നെ പ്രോമിനൻ്റ് നിൽക്കുന്ന ബ്രാൻഡാണ്. ഒരു ബോൾഡ് സ്റ്റെപ്പ് വിൻഫാസ്റ്റ് എടുത്തിരുന്നത് അവർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് US വരുന്നു. US പോയപ്പോൾ ഒരുപാട് ഡിസൈസുകൾ വന്നപ്പോൾ ഞാൻ വളരെ ഒരു ഡൗൺ ഗ്രേഡ് ചെയ്ത് കണ്ടൊരു കമ്പനിയാണ്. പക്ഷേ ഞാൻ പോയി കണ്ടപ്പോൾ ശരിക്കും ഇമ്പ്രസ്ഡായി. വളരെ ഇമ്പ്രസീവായിട്ടുള്ള വലിയ കമ്പനിയാണ്. അവിടെ കുറച്ച് കാലമായിട്ട് ആക്റ്റീവാണ്. വണ്ടികളും ക്വൈറ്റ് ഇമ്പ്രസീവ് വണ്ടികളാണ്. ഇപ്പോൾ വിൻഫാസ്റ്റിൻ്റെ തന്നെ പല സീരീസുണ്ട്. അതിലേറ്റവും മേലെ നിൽക്കുന്ന മോഡലിലൊന്നാണ് VF8 SUV ആണ്, ഇലക്ട്രിക് മോട്ടറാണ്. അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ VF6ഉം VF7 അത്യാവശ്യം പിക്കപ്പ് ചെയ്ത് വരുമ്പം ഇവിടെയുള്ള നിങ്ങൾക്ക് വണ്ടിനെ കുറിച്ച് അറിയാൻ ആണ് ഞാൻ ഈ വണ്ടി കൊണ്ടുവരുന്നത്. സോ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം വിൻഫാസ്റ്റ് BMW ആയിട്ട് ചേർന്ന് 2 വണ്ടികളായിരുന്നു കൊണ്ടുവരുന്നത്. X3 ബേസ് ചെയ്തിട്ടുള്ള 5 സീരീസ് ബേസിലുള്ള വണ്ടിയാണ്. അപ്പോൾ BMW ഫേസ് മാറ്റി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫേസാണ് V ലോഗോടുകൂടിയ ഫേസ്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ഒരു എല്ലാ മോഡലും ഈ എലമെൻറ്റ് കാണാം. പക്ഷേ ഇന്നിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ ട്രെൻഡാണ് ഇതെന്ന് വെച്ചാൽ അല്ല, തൊട്ട് മുന്നത്തെ ഡിസൈൻ ഞാൻ ലേറ്റസ്റ്റിൽ കുറച്ചുകൂടി കോണ്ടംപററി തോന്നും. എന്തായാലും ഈ ഒരു V എന്ന് തുടങ്ങുന്ന ഒരു ക്രോം എലമെൻറ്റ്സ് കണ്ടിന്യൂ ഉണ്ട്. DRൽ കാണാം. സ്പ്ലിറ്റ് ചെയ്തിങ്ങനെ ഹെഡ്ലൈറ്റ് ഉണ്ട്. പക്ഷേ ഒറ്റ യൂണിറ്റ് വരെ തോന്നും. ബമ്പർ ക്ലീൻ ആണ്. കുറച്ച് മാസ്കുലിൻ ലൈൻസ് ഉണ്ട്. അതിൽ കേർവ്സ് എല്ലാം ഉണ്ട്. ബ്രഷ്ഡ് അലുമിനിയം സ്കിൽസ് ഉണ്ട്. വലിയൊരു എയർവെൻ്റ് കാണാം. നമുക്കവിടെ റഡാറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. BMW വന്നിരുന്ന ആ ലൈനിന് ഇൻസ്പയർ ചെയ്ത് വന്നുകൊണ്ട് തന്നെ ആ ഒരു മാസ്കുലിൻ ഫീൽ ഉണ്ട്. കുറച്ച് റൗണ്ടഡ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈസ് കോമ്പാക്റ്റ് ആയി, റിയൽ സൈസിനേക്കാളും കോമ്പാക്റ്റ് ആയി തോന്നിക്കുന്ന രീതിയിലാണ് ഫേസ് ഉള്ളത്. സൈഡ് ശരിക്കും വളരെ വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരുന്നത്. നമ്മൾ BMW കണ്ടായിരുന്ന ലൈൻസ് ഒന്ന് കേർവി ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ്. സിമ്പിളാണ്. ഫ്രണ്ട് നമുക്ക് വീലാർച്ച് കാണാം, റൗണ്ടഡ് വീലാർച്ച്. വേറെ ലൈൻസ് ഇല്ല. ഒരു മൈൽഡായിട്ടുള്ളൊരു കേവേച്ചർ ഇവിടെ ഷോൾഡറിൽ വന്നിട്ടുണ്ട്. താഴെ ഡൈനാമിക് ലൈൻ്റെ ഒരു കേർബ്സ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ കണ്ട പോലത്തെ ബ്രഷ് അലുമിനിയം സ്കേർട്ടിങ്സ് കാണാം. റിയറിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറേ കൂടി റൗണ്ടഡ് ഫീല്, പോർഷൻ്റെ എല്ലാം പോലെ വന്നിരിക്കുന്ന ഫീലുള്ളത്. പിന്നെ ഗ്രീൻ ഹൗസിൻ്റെ ഒരു ഡിസൈൻ കാണല്ലോ, കുറച്ചൊരു പ്രോഗ്രസീവ് ഡിസൈനാണ്. ക്രോം എലമെൻറ്റ് വന്നിട്ടുണ്ട്. റിയർ ഡോറെല്ലാം കുറച്ച് വലുപ്പം കൂടുതലാണ്. അത് ഉള്ള സ്പേസും കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വീൽ ബേസ് വരുന്നുണ്ട്. ഫ്രണ്ടിലും റിയറിലേക്കും മാക്സിമം ടയർ തള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പേസ് കൂടുതലാണ്. വലിയൊരു സീ പില്ലറും അതിൻ്റെ സൈഡിലും നമുക്ക് റിയറിൻ്റെ പോർഷൻസ് കാണാം. എല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മോഡേൺ SUV ക്രാൻസ് ഉണ്ട്. ഒരുപാട് ലൈൻസ് ഒന്നും കൊടുക്കാതെ സിമ്പിളായിട്ട് കേർവ്സിനെ കൊണ്ട് ഒരു മാസ്കുലിൻ ഫീൽ കൊടുത്തിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ആ വിൻഫാസ്റ്റിൻ്റെ എലമെൻറ്റ് കാണാം. കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്ലാക്ക് ബാറിൽ വിൻ ലോഗോ വന്നിട്ട് വിൻഫാസ്റ്റിനുള്ള ഇത് കുറച്ച് വലുതായി തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് കമൻറ്റ് പറയാം. പിന്നെ LED ലൈറ്റ്സ് കുറച്ച് കോണ്ടംപററി ഫീലുണ്ട്. ടാപ്പർ ചെയ്ത് നിൽക്കുന്ന ഗ്ലാസ് ഉണ്ട്. റിയർ സ്പോയിലർ അല്ലാണ്ട് മേലെ നിന്നും താഴേക്ക് വരുന്ന വൈപ്പറുണ്ട്. ക്ലീൻ ഫീലുള്ളത്. പിന്നെ ബമ്പറിൻ്റെ മേലെ രജിസ്ട്രേഷൻ പ്ലേറ്റ് ബ്ലാക്ക് പോർഷൻ കൊടുത്ത് താഴെ ഡിഫ്യൂസർ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബോഡി കളറും വന്നു. ഒരു മോഡേൺ ഡിസൈനാണ്. പക്ഷേ ഒരുപാട് കോണ്ടംപററി ആക്കിയിട്ട് ഒരു ചോയ്സ് ടൈറ്റ് ആക്കാനൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഡിസൈനായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ചെയ്യാം. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് സ്പേസ് തന്നെയാണ്. ഒരുപാട് സ്പേസ് ഉണ്ട്. റൂമിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി കുറച്ച് ലോവർ സിറ്റിംഗ് ആണ് ഫ്രണ്ടിൽ സീറ്റ്. പക്ഷേ ആ സീറ്റിൻ്റെ ഒരു സൈസ് ഒപ്റ്റിമം സൈസാണ്. ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര വലുതുമില്ല. ചില വണ്ടികൾക്ക് നമുക്ക് കാണാം വണ്ടിക്ക് വേണ്ടതിനേക്കാളും വലിയ സീറ്റ് വെക്കുന്നത്. പൊതുവെ വിയറ്റ്നാമീസ് നമ്മൾ ഇന്ത്യക്കാരെ പോലുള്ള സൈസെല്ലാം ആയതുകൊണ്ടായിരിക്കും നമുക്കെല്ലാം പറ്റാവുന്ന സൈസ് സീറ്റിനുണ്ട്. നല്ല അഡ്രസ്റ്റ് സപ്പോർട്ടെല്ലാം വരുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ ഇലക്ട്രിക്കലി പറ്റും. പക്ഷേ ബാക്കി എല്ലാ കൺട്രോളും നമുക്ക് ഇവിടെ പോയിട്ട് ചെയ്യണം.
അത് നമ്മൾ പല വണ്ടിയിലും കണ്ട തന്നെയാണ്. അത് തന്നെ ഇവിടെയുള്ളത്. ഇപ്പോൾ നമ്മൾ സൈഡ് വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ ഈവൻ സ്റ്റെയറിങ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലെല്ലാം നമ്മളിവിടെ ആ ഒരു കാർ മോഡുണ്ട് ഈ സ്ക്രീനിൽ. അതൊന്നും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ സ്റ്റിയറിംഗ് സെലക്ട് ചെയ്താൽ പിന്നെ അവിടെയുള്ള ബട്ടണിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. താത്താനും പൊക്കാനും മുന്നോട്ടേക്ക് ആക്കാനും പിന്നോട്ട് വെക്കാനും സാധിക്കും. ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ആക്റ്റീവ് ആവില്ല. പക്ഷേ സൈഡ് വ്യൂ മിററും കാര്യമെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സ്ക്രീനും പറ്റും. ഈ സ്ക്രീനാണെങ്കിൽ ശരിക്കും വലിയൊരു സ്ക്രീനാണ്. അത്യാവശ്യം വലിയൊരു ടാബ്ലറ്റ് പോലുള്ളൊരു ഫീലുണ്ട്. ക്വാളിറ്റി നല്ലതാണ്, എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന മാതിരി തന്നെയുള്ള. അതിൽ നമുക്ക് ഇൻഫർടൈൻമെൻറ്റും അതുപോലെ തന്നെ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതിൽ സാധാരണ ന്യൂ ജനറേഷൻ വണ്ടികളുള്ള പോലെയാണ് ഇതിലെല്ലാ കൺട്രോളും നമുക്ക് ഇതിൽ തന്നെ ചെയ്യണം എന്നുള്ള. അപ്പോൾ AC ആണെങ്കിലും മറ്റെല്ലാം തന്നെ സ്ക്രീനും ചെയ്യണം. അത് പൊതുവേ ഇതിനോട് മാത്രമല്ല, എനിക്ക് പൊതുവെ ഉള്ള ഒപ്പീനിയൻ വെച്ചിട്ട് സ്വിച്ചസ് വേണം, സ്വിച്ചസ് വേണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും റിയലൈസ് ചെയ്ത് മടങ്ങി വരുന്നുണ്ട്. ഏതായാലും ഇവരും മടങ്ങി വരുന്നതായിരിക്കും. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സെറ്റിങ്സിലെല്ലാം ഫാരൻ ഹീറ്റാണുള്ള, സെൽഷ്യസ് ആണ് നമ്മൾ സാധാരണ. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എല്ലാ കൺട്രോളും ഇവിടെ പോകുന്നുണ്ട്, ശ്രദ്ധ ഫുള്ളും ഇങ്ങോട്ടേക്കായിരിക്കും. പിന്നെ ഇവിടെ ഡ്രൈവറിൻ്റെ മുന്നിൽ സ്ക്രീന് ഒന്നുമില്ല, മീറ്റർ ഒന്നുമില്ല എന്നുള്ളതാണ്. അത് ഇവിടെ വലിയ ഓക്വേർഡ് തോന്നുന്നില്ല, കാരണം ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ എനിക്ക് പൊതുവേ ഈ ഒരു മീറ്റർ കൺസോൾ ഇല്ലാത്ത ഒരു ഡിസൈൻ ഇഷ്ടമില്ല. അത് നമ്മൾ ഒരു സ്പേസ്, വർക്കിംഗ് സ്പേസ് പോയ പോലെയുള്ള ഫീൽ. നമ്മളിപ്പം സാധാരണ ഓഫീസിൽ പോയി നമുക്കൊരു ക്യൂബിക്കലിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൈവസിയും അതുപോലെ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റെല്ലാം പോവും സാധാരണ ഒറ്റൊരു ഹാളിൽ വർക്ക് ചെയ്യുമ്പോൾ, കോ വർക്കിംഗ് സ്പേസുള്ള പോലെ. അതേപോലെയാണ് ഇത് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അത് നിങ്ങൾ ടെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ ഈ ഫ്രണ്ടിൽ സാധനം ഇല്ലാതെ കിടക്കുമ്പോൾ എനിക്കൊരു മിസ്സിങ് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എലമെൻറ്റ് എനിക്ക് പേഴ്സണലി ഡിസൈനിൽ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്താണെന്നുള്ള കമൻറ്റ് പറയാം. ഇവിടെ എല്ലാം ലെതറേറ്റ് കവേർഡാണ്, അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ കളറാണെങ്കിലും ഒരു ബ്രൗൺ ബ്ലാക്ക് മിക്സ്, പിന്നെ ബ്രഷ്ഡ് അലുമിനിയം ഫീല്, കുറച്ച് ക്രോമുണ്ട്. ഇതെല്ലാം തന്നെ ഒരു പ്രീമിയംനെസ് തോന്നിക്കുന്ന രീതിയിലുള്ള ലെതർ റാപ്പായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ ഘടനയും എല്ലാം തന്നെ നല്ലതാണ്. ഡാഷ്ബോർഡ് അത്യാവശ്യം വലുപ്പമുണ്ട്, അത് ഈ ഒരു ഡിസൈനിന് മാച്ചുണ്ട്. നമുക്കിവിടെ പിന്നെ സൺ ബ്ലൈൻഡ് എല്ലാം തുറക്കാൻ പറ്റും. അതിനും ഇവിടെ തന്നെ പോകണം. തുറന്നു കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് കിട്ടും. ഇത് ഫുള്ള് വെൻറ്റും ഷെയ്ഡും കൂടെ പോകുന്നതാണ്. അപ്പം വെൻറ്റ് നമുക്ക് വേണമെങ്കിൽ പൂട്ടാം, അതായത് ഗ്ലാസ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഗ്ലാസ് പൂട്ടി വെറും ഷെയ്ഡ് തുറന്നു വെക്കാനും പറ്റും. അങ്ങനെ ആകുമ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റൂമി ഫീൽ ഒന്നുകൂടെ കിട്ടും. ഒരു രണ്ടും ഒരുമിച്ച് അടയ്ക്കാനും തുറക്കാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. സോ ഇത്രയാണ് വരുന്നത്. പിന്നെ ഡ്രൈവ് എല്ലാം തന്നെ ബട്ടൺസിലാണ്. അത് പൊതുവേ വിൻഫാസ്റ്റിലൊരു കോമൺലി കണ്ടാണ്. പിന്നെ ഒരു നോബ് ഇവിടെ ഉണ്ട് വോയിസ് കൺട്രോൾ ചെയ്യാൻ. ഹസാർഡ് സ്വിച്ചും അതുപോലെ തന്നെ ലോക്കും ഇവിടെ വരുന്നുണ്ട്. പ്രാക്ടിക്കലി നല്ലതാണ്. ഈ ഒരു സ്പേസിൽ നമുക്കെല്ലാം മാനേജ് ചെയ്ത് പോകാം. സോ സ്പേഷ്യസും എക്കണോമിക്കലും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. പിന്നിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഹയർ ആയിട്ടായിരിക്കുന്നത് ഫ്രണ്ടിനേക്കാളും. അതുകൊണ്ട് തന്നെ ഒരു തിയേറ്ററിക്കൽ ഫീലുണ്ട്. പുറത്തേക്കുള്ള വ്യൂ കട്ടാവുന്നില്ല. പുറത്തുനിന്ന് സില്ലായിട്ട് തോന്നിയെങ്കിലും നമുക്ക് കട്ടാവുന്നില്ല വ്യൂ. പിന്നെ ഇവിടെ വരെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ സൺറൂഫിൻ്റെ ഒരു റൂമിനെസ് ഉണ്ട്. ക്ലോസോഫോബിക് ഫീലേ ഉണ്ടാവില്ല. പിന്നെ ഒരു ഇലക്ട്രിക് ആണെങ്കിൽ കൂടി ഒരു ട്രാൻസ്മിഷൻ ടണൽ വന്നിട്ടുണ്ട്. ഹയർ അല്ല, പക്ഷേ എന്നാലും അതുകൊണ്ട് രണ്ട് വലിയ ആൾക്കാർ ഒരു കുട്ടിയായിരിക്കും ഉത്തമം. അത്യാവശ്യം വേണമെങ്കിൽ ഇരിക്കുക മൂന്നാൾക്ക്. പിന്നെ എയർവെൻറ്റ് വരുന്നത് USB-C USB ചാർജറുണ്ട്. ഫ്രണ്ടിൽ USB ഉള്ളൂ, C ഇല്ല. പിന്നെ ഇവിടെ നമുക്ക് സീറ്റിൻ്റെ ബാക്കിൽ പോക്കറ്റ് വരുന്നുണ്ട്. ഡോർ പാഡിലുള്ള സ്പേസും ഫ്രണ്ടിലെ പോലെ വലുതാണ്. വലിയ കപ്പെല്ലാം വലിയ ബോട്ടിലും വയ്ക്കാം. പിന്നെ ഇവിടെ ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പേസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കപ്പ് ഹോൾഡറും വരും. നല്ല ബോൾഡായിട്ട് നല്ല ബ്രോഡായിട്ടുള്ള ഹാൻഡ് റെസ്റ്റ്. അപ്പോൾ രണ്ടുപേർക്ക് ഇരിക്കുമ്പോൾ സ്പേസ് പോലെ ഈ കപ്പ് ഹോൾഡർ ഇങ്ങനെ വന്നതും നല്ലതാണ്. സോ ഓൾട്ടുഗദർ ഒരു ഇൻറ്റീരിയർ വൈസ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെയിൻ അട്രാക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അതെനിക്കാണ് ഇഷ്ടം. സോ വിൻഫാസ്റ്റിൻ്റെ VF8+ ആണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത്. ഞാൻ നേരത്തെ ഫിഗേഴ്സ് എല്ലാം പറഞ്ഞു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും പവറും ടോക്കുള്ള വണ്ടിയാണ്. അതിൻ്റെ റേഞ്ച് ക്ലെയിം ചെയ്തിട്ടുള്ള 493 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന ഒരു സിറ്റുവേഷനും കണ്ടീഷനിലും വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 425 ആണ് ക്ലെയിം റേഞ്ച് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഡിസ്ക്ലെയിമർ പറയാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഏതൊരു ഇലക്ട്രിക് വെഹിക്കിളും നമ്മൾ ഓടിക്കുന്ന രീതി, ഓടിക്കുന്ന സാഹചര്യം, പുറത്തുള്ള ക്ലൈമറ്റ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് റേഞ്ചിൽ വേരിയേഷൻ വരും. അപ്പോൾ എക്സാക്ട് റേഞ്ച് കിട്ടണമെങ്കിൽ അത്രയും കെയർഫുള്ളായിട്ട് ഓടിക്കണം. അത്യാവശ്യം കെയർഫുള്ളായി ഓടിച്ചാൽ നമ്മൾ ഈ പറയുന്ന റേഞ്ചിൽ കിട്ടും. തീരെ കെയർലെസ് ആണെങ്കിൽ റേഞ്ച് വളരെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വെറും റേഞ്ചിനെ നമ്മൾ വണ്ടീൻ്റെ ഹാർഡ്വെയറിന് മാത്രമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറയാറില്ല. നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു കംഫർട്ടാണ്. കാരണം ഇതൊരു VF8 ഒരു ഫാമിലി വെഹിക്കിളായിട്ട്
കോൺസെൻട്രേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഫീലുള്ളൂ. കാരണം എന്താ വെച്ചാൽ സ്പേസ് ഉണ്ട്, കംഫർട്ടബിളാണ്, കുറച്ച് റോഡ് അറിയുന്നുണ്ട് നമുക്ക്, ഈ സർഫസ് അറിയുന്നുണ്ട്. പക്ഷേ റിഫൈൻമെൻറ്റ് ഇസ് ഗുഡ്. റോഡിൻ്റെ സൗണ്ട് വരുന്നില്ല, അതുപോലെ തന്നെ പുറത്തുള്ള സൗണ്ട് വരുന്നത്, വിൻ നോയ്സ് കുറവാണ്, നല്ല എഡോണമിക്സ് ഉണ്ട്, എനിക്കെല്ലാം എഫേർട്ട്ലെസ്ലി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ നമ്മൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ സംസാരം എല്ലാം ഭയങ്കര ഒച്ചത്തിലല്ലോ, അപ്പോൾ അങ്ങനത്തെ തോന്നുന്നില്ല. പിന്നെ മെയിനായിട്ടൊരു കാര്യമുള്ളത് ഇതിൻ്റെ അഡാസ് ഫീച്ചേഴ്സാണ്. അഡാസ് ഫീച്ചർ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒന്ന് ഇൻഡിക്കേറ്റർ ഇടാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ സ്റ്റെയറിങ് നോട്ട് ആയി തുടങ്ങും. നമ്മളിപ്പോൾ ഈ ലൈൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിൽ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെ ഇടുന്നത് അപ്പോഴാണെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സെൻസിറ്റീവ്നെസ് ചിലപ്പം നമ്മൾ യൂസ്ഡ് അല്ലെങ്കിൽ പണയാണ്, നമുക്ക് ഉപയോഗിച്ച് ശീലമുള്ള വണ്ടികൾക്ക് അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യലി അതൊരു പ്രശ്നമായിരുന്നു. കുറച്ച് മുമ്പേ തന്നെ നിങ്ങൾ ഇൻഡിക്കേറ്റർ റെഡി ആയി കഴിഞ്ഞാൽ ഫൈൻ. പക്ഷേ അതിൻ്റെ അർത്ഥം അഡാസ് ഫീച്ചർ നല്ല വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഈ നോട്ടിനെസ് മാറ്റിക്കഴിഞ്ഞാൽ റെസ്പോൺസീവ് സ്റ്റിയറിംഗ് ആണ്. പിന്നെ മെയിനായിട്ടുള്ളത് ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിംഗ് റീക്യൂപ്പറേഷൻ ആയിട്ടാണ് നല്ലോണം ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ റീക്യൂപ്പറേഷൻ വരുമ്പോൾ ഒരു ഹാർഡായും ബ്രേക്കിംഗ് പാടില്ല, അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഈസ് ഗുഡ് തിങ്. പിന്നെ നമ്മളൊരു യൂസർ എക്സ്പീരിയൻസ് രീതി നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ മറ്റുള്ള ചില കാറുകളിൽ കാണുന്ന ഗ്ലിച്ചസ് ഉണ്ട്. ഇപ്പോൾ ഒരു വിയറ്റ്നാമി ബ്രാൻഡും പുതിയൊരു ബ്രാൻഡെല്ലാം ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇൻഫോർടൈൻമെൻറ്റ് കണക്ടിവിറ്റിയിൽ. ഇപ്പോൾ നമ്മൾ മറ്റു വണ്ടിയിൽ കണ്ടിട്ട് കാറ് കയറി ഉടനെ നമ്മൾ കണക്റ്റഡ് ഫീച്ചറൊന്നും ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലും ഗ്ലിച്ചസ് ഒന്നും എനിക്കിതൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പം നമുക്ക് കോൾ വരുമ്പോൾ മാപ്പ് ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ വെച്ച് നോക്കുക ഒരു യൂസർ എക്സ്പീരിയൻസ് ഗുഡ്. പിന്നെ മറ്റൊരു ഡ്രോബാക്കിൽ ഈ ഫ്ലാറ്റ് സ്ക്രീനിന് പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചത് നമുക്ക് ലൈറ്റ് അടിക്കും, വെളിച്ചടിക്കുമ്പോൾ സ്ക്രീൻ കാണും. അപ്പോൾ ഞാൻ മാപ്പ് നോക്കുകയാണ്, ശരിക്കും ഇങ്ങനെ നോക്കേണ്ടി വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് VF8-ന്. അപ്പോൾ ഇവിടെ ദുബായിലാണെങ്കിൽ അൽത്താർ മോട്ടോഴ്സാണ് ഇവരുടെ ഡീലർഷിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടീനെക്കുറിച്ച് കൂടുതലാണെങ്കിൽ ഡീലർഷിപ്പ് പോവാം, നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്ന ഒപ്പീനിയൻ എന്നുള്ളത് ഷെയർ ചെയ്യാം കമൻ്റായിട്ട്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എത്രത്തോളം ശരി തോന്നി അല്ലെങ്കിൽ ഡിഫറൻസ് ഒപ്പീനിയൻ രണ്ടും മെൻഷൻ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ എപ്പിസോഡ് കാണുന്നതിൽ നന്ദി. എന്തായാലും ഇനി മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയറും ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്താണ് മറ്റൊരു എക്സൈറ്റിംഗ് വണ്ടിയായിട്ട് വരുന്നത്. സ്റ്റേ സേഫ്, എൻജോയ് വെലി.